ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. ഓക്കെ, അതായത് നമ്മുടെ DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെക്കാനിക്കൽ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മെഷീനാണ് എന്ത് DC ജനറേറ്റർ. അപ്പോൾ നമുക്കൊരു DC ജനറേറ്റർ തന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഈ DC ജനറേറ്റർ EMF പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. അപ്പോൾ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യണം അറിയണം. ഓക്കെ, എന്താണ് പി? ഇത് വെച്ച് DC ജനറേറ്ററിലുള്ള പാരാമീറ്റേഴ്സ് ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പോൾസ്. പറയാലോ, പോൾസ് അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പോൾ. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? പി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതണം കേട്ടോ. അതിൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോളിൽ ഉണ്ടാവുന്ന ഫ്ലക്സ്, അതാണ് ഫൈ. ഫ്ലക്സ് പെർ പോൾ ആണ് എന്ത്? ഫൈ. ആൻഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർമേച്ചർ കണ്ടക്ടേഴ്സ്, അതായത് ആർമേച്ചറിലുള്ള കണ്ടക്ടേഴ്സിന്റെ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക? സെഡ് എന്ന് പറയുക. സെഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുക. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഇൻ RPM, അതായത് നമ്മൾ ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? EMF ഉണ്ടാവുക. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് റൊട്ടേഷൻ. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആർമേച്ചർ, അതായത് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇൻ ആർമേച്ചർ നമുക്ക് മനസ്സിലാക്കി വെക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ എന്ത് റിക്വയർഡ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഒരു EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർഡ് പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് നമുക്ക് ഫസ്റ്റ് ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ. ഈ കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്തിട്ട് എത്ര ഫ്ലക്സ് എത്ര EMF ഈ കണ്ടക്ടറിൽ ഉണ്ടാക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറേ കണ്ടക്ടർ, ഇപ്പോൾ ഒരു ജനറേറ്ററിൽ കുറേ കണ്ടക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് അത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം? EMF ഇൻഡ്യൂസ്ഡ് ഇൻ വൺ കണ്ടക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത്? EG ഈസ് ഈക്വൽ ടു, അതായത് E ഈസ് ഈക്വൽ ടു d∅/dt. ഓക്കെ, E ഈസ് ഈക്വൽ d∅/dt ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? വോൾട്ടേജ് ജനറേഷൻ്റെ ഫാരഡേസ് ഫസ്റ്റ് ലോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് d∅ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മച്ച് ഫ്ലക്സ് കട്ട് ഇൻ വൺ റെവല്യൂഷൻ. അതായത് ഒരു കണ്ടക്ടർ നമ്മളൊരു എന്ത് ചെയ്തു? ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തു? ഫ്ലക്സിൻ്റെ ഇടയിൽ, പോൾസിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ഫ്ലക്സ് കട്ട് ചെയ്യുന്നുണ്ട്, എത്ര ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എന്ത്? d∅. ആൻഡ് dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ, അതായത് ഒരു വൺ റെവല്യൂഷൻ. ഇപ്പോൾ ഇവിടെ നിന്ന് സൗത്ത് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എത്തുന്നതാണ് വൺ റെവല്യൂഷൻ. അപ്പോൾ ഈ വൺ റെവല്യൂഷൻ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ എന്ത് പറയുക? dt. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് EG ഈസ് ഈക്വൽ ടു d∅/dt എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഒരു കണ്ടക്ടർ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കണ്ടക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടറിനെ അതുപോലെ 4 പോൾസ്, ഒരു 4 പോൾ DC ജനറേറ്റർ ആണ്. അപ്പോൾ നോർത്ത് സൗത്ത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ പോൾസും എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈ എന്ന് പറഞ്ഞ ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 ഫൈ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പോൾസ്. അപ്പോൾ ഈ കണ്ടക്ടർ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ എത്ര ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്? ആദ്യം ഈ സൗത്ത് പോളത്തെ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നോർത്ത് പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വീണ്ടും സൗത്ത് പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ വീണ്ടും നോർത്ത് പോൾ ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്? 4 ഫ്ലക്സർ, അതായത് 4 ഫ്ലക്സ്, 4 ഫൈ എന്ന് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 4 പോൾ ആയതുകൊണ്ടാണ് 4 ഫൈ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ P പോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? P∅ എന്ന് പറയാം. അപ്പോൾ നമുക്ക് d∅ ഈസ് ഈക്വൽ ടു P∅ എന്ന് പറഞ്ഞൂടെ? അതായത് നമുക്ക് ഇവിടെ 4 പോളുണ്ട്, 4 ഫ്ലക്സ്. അല്ല, അപ്പോൾ 2 പോളാണെങ്കിൽ 2 ഫ്ലക്സ്. അപ്പോൾ P പോളാണെങ്കിൽ P∅. ജനറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? d∅ ഈസ് ഈക്വൽ ടു P∅ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ dt നമുക്ക് വേറൊരു രീതിയിൽ എഴുതണം. ഇപ്പോൾ dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റൊട്ടേറ്റ് എടുക്കുന്ന ടൈമാണ് എന്ത്? dt. അപ്പോൾ
നമുക്ക് എന്താ പറയാം, n ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് റെവല്യൂഷൻ ഇൻ മിനിറ്റ് ആണ്. ഓക്കെ, അത് RPM റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് എന്ത് n. അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു എന്താണ് 1 മിനിറ്റ് ആണ്. ഓക്കെ, 1 മിനിറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. 1 മിനിറ്റ് പറഞ്ഞാൽ എന്താണ് 60 സെക്കൻഡ് ആണ്. അപ്പോൾ എന്ത് എഴുതാം, n റെവല്യൂഷൻ നമുക്ക് 60 സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1 റെവല്യൂഷൻ എത്ര വരും, ജസ്റ്റ് ചെയ്താൽ മതി n 60/n, n നേരെ അടിക്കുക ഉണ്ടായാൽ മതി, 60/n കിട്ടും. അപ്പോൾ ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈം എത്രയാണ്, 60/n ആണ്. ഓക്കെ, അപ്പോൾ dt ന് നമുക്ക് എന്ത് എഴുതാം, 60/n എഴുതാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ബോത്ത് ടേംസ്, നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ EG d5/dt ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, EG ഈസ് ഈക്വൽ ടു d5 നെ p5 എന്ന് എഴുതി ആൻഡ് 60/n, dt നെ 60/n എഴുതി. n എന്ത് ചെയ്തു, ഈ n നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, മോളിക്ക് കൊടുന്നു p. അപ്പോൾ എന്ത് ചെയ്തു വരും, EMF ഇൻഡ്യൂസ്ഡ് ഇൻ വൺ കണ്ടക്ടർ എന്ന് വരും, p5n/60 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത്, EMF ഇൻഡ്യൂസ്ഡ് ഇൻ വൺ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന EMF ആണ് p5n/60. നമുക്ക് ഇനി എന്ത് ചെയ്യണം, സെറ്റ് കണ്ടക്ടേഴ്സ്, അപ്പോൾ ഒരു ജനറേറ്ററിൽ ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുക ഇഷ്ടംപോലെ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്യണം നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കേണ്ടത്, ഇത് ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന EMF ആണ്. അപ്പോൾ EMF ഇൻഡ്യൂസ് ഇൻ സെറ്റ് കണ്ടക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്ക് അതിന് മുന്നേ കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ആർമേച്ചറിലെ കണ്ടക്ടേഴ്സിനെ നമ്മളിവിടെ വെറുതെ കണക്ട് ചെയ്യല്ല, അതിന് രണ്ട് വേ ഓഫ് കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു മെയിൻ രണ്ട് വേ ഓഫ് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്, അതായത് കണ്ടക്ടേഴ്സിനെ ലാപ്പ് രീതിയിൽ കണക്ട് ചെയ്യും, അതിനാണ് ലാപ്പ് വൈൻഡിങ് എന്ന് പറയാം. ആൻഡ് വേവ് രൂപത്തിൽ കണക്ട് ചെയ്യും, വേവ് വൈൻഡിങ് എന്ന് പറയാം. അപ്പോൾ ലാപ്പ് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പ്, അതായത് ഇങ്ങനെ ചുറ്റിയിടുക. നമ്മളൊരു എന്താ പറയുക, ഒരു കോയിലൊക്കെ നമ്മൾ വൈൻഡ് ചെയ്യില്ലേ, ഇങ്ങനെ കോയിൽ നമ്മളൊരു സോളിനോട് കണ്ടിട്ടില്ല, അതുപോലെ നമ്മളിങ്ങനെ വൈൻഡ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുക, ലാപ്പ് വൈൻഡിങ് എന്ന് പറയുക. അപ്പോൾ ഇത് കണ്ട് 1 പറഞ്ഞ കണ്ടക്ടർ നേരെ 1' എന്ന് പറഞ്ഞ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഓവർലാപ്പ് രീതിയിലല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഫിഗറിൽ, ഓവർലാപ്പ് രീതിയിലല്ല ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് പറയുക. നമ്മൾ കൃത്യമായിട്ട് ഞാനിത് നെക്സ്റ്റ് വീഡിയോയിൽ വൈൻഡിങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് തരം വൈൻഡിങ് ഉണ്ട് എന്നാണ്. അതുപോലെ വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ വേവ് രൂപത്തിൽ കണ്ടോ, ഇങ്ങനെ ഒന്നിൻ്റെ എൻ്റെ അടുത്ത് മറ്റേൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യുക, അങ്ങനെ വേവ് രൂപത്തിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, വേവ് വൈൻഡിങ് എന്ന് പറയുക. ഇതൊരു വേവ് പോലെ തോന്നുന്നില്ല കണ്ടിട്ട്, അതിനാണ് ഇത് വേവ് വൈൻഡിങ് എന്ന് പേര് വന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വൈൻഡിങ് ഉണ്ട് നമുക്ക് നമ്മുടെ ആർമേച്ചറിലെ കണ്ടക്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന രണ്ട് തരം വേ ഓഫ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ പാരലൽ പാത്ത് എന്താന്ന് നോക്കണം. അപ്പോൾ ഈ പാരലൽ പാത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, the armature of DC machine, motor ആയിക്കോട്ടെ generator ആയിക്കോട്ടെ, the parallel path refer the number of electrically parallel circuit through the armature current flows. The armature winding is composed of many coils which are connected together from these paths. അതായത് parallel path എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ DC ജനറേറ്ററിൽ കുറേ വൈൻഡിങ്സ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വൈൻഡിങ്സിനൊക്കെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ വൈൻഡിങ്സിന് നമ്മൾ കുറേ വൈൻഡിങ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്യും. എന്തിനാണ്, അത് നമുക്ക് വോൾട്ടേജ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ആ പാരൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ബ്രഷ് വെച്ച് ഔട്ട്പുട്ട് എടുക്കുക. ഇപ്പം ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ അവിടെ ഒരു പോൾസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് വൈൻഡിങ്സിന്, സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു കണ്ടക്ടറാണ്, ഈ കണ്ടക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ഇങ്ങനെ സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആ സീരീസ് ആയി കണക്ട് ചെയ്ത സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര പാരൽ പാത്ത് ഉണ്ട്, ഇവിടെ 4 പാരൽ പാത്ത് ഉണ്ട്. അതായത് കറണ്ടിന് പോകാൻ 4 വഴികളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 4 പാരൽ പാത്ത് ഉണ്ടെന്ന് പറയാൻ കാരണം. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരൽ പാത്ത് ഈസ് ഈക്വൽ ടു പോൾസ്, നമ്പർ ഓഫ് പോൾസ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്താ വരിക, പി. എത്ര പോൾസ് ഉണ്ടോ അത്രയും പാരൽ പാത്ത് ഉണ്ടാവും. ഇപ്പോൾ 2 പോൾ ലാപ്പ് വൈൻഡിങ് DC ജനറേറ്റർ ആണെങ്കിൽ അവിടെ എത്ര പാരൽ പാത്ത് ഉണ്ടാവും, 2 പാരൽ പാത്ത് ഉണ്ടാവും. പക്ഷെ വേവ് വൈൻഡിങ്ങിന് കറണ്ടിന് പോവാൻ എത്ര പാരൽ പാത്ത് ഉണ്ട്, 2 പാരൽ പാത്ത് ഉണ്ടാവുള്ളൂ. എപ്പോഴും 2 ആണ്. അപ്പോൾ AC എപ്പോഴും 2 ആണ്, അത് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ വേവ് വൈൻഡിങ്ങിന് എപ്പോഴും എന്താണ്, പാരൽ പാത്ത് ഈസ് ഈക്വൽ ടു 2 ആണ്, A ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ എന്താണ് പാരൽ പാത്ത് മനസ്സിലായല്ലോ. അതായത് നമ്മൾ വൈൻഡിങ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്ത് ആ സെറ്റ് ഓഫ് സീരീസ് കണക്ഷനെ നമ്മൾ എന്ത് ചെയ്യും, പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ എത്ര പാരൽ കണക്ഷൻ ഉണ്ടോ അത്രയും പാരൽ പാത്ത് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 പാരൽ കണക്ഷൻ ഉണ്ട്, അപ്പോൾ 4 പാരൽ പാത്ത്, കറണ്ടിന് പോകാൻ 4 വഴികളുണ്ട്. ഓക്കെ, അതാണ് എന്ത് പാരൽ പാത്ത് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കോയിലാണ്, ഇതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ഈ കണ്ടക്ടറിലാണ് എന്തുണ്ടാവുന്നത്,
P5N/60 പറഞ്ഞ EMF ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സപ്പോസ് ഒരു സെഡ് എന്ന് പറഞ്ഞ ഒരു 100 കണ്ടക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 കണ്ടക്ടേഴ്സ് ആണ്, അതുപോലെ 4 പാരൽ പാത്ത് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 100 പാരൽ പാത്ത് 4. ഓക്കെ, 100/4 നമ്മൾ എന്ത് എഴുതും, പാരൽ പാത്ത് എഴുതും. ഓക്കെ, അപ്പോൾ സെഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്, അതുപോലെ എ പാരൽ പാത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, Z/A എഴുതും. അപ്പോൾ എന്ത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, P5N/60 കൂടെ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടോ അത്രയും കണ്ടക്ടേഴ്സ് ആണ് സെഡ്, ബൈ ആ കണ്ടക്ടേഴ്സിന് പോകാൻ എത്ര പാരൽ പാത്ത് ഉണ്ടോ അതാണ് എ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് P5N/60 എന്ന് പറഞ്ഞത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ 1 കണ്ടക്ടർ ആൻഡ് സെഡ് കണ്ടക്ടേഴ്സിലുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സെഡ് ഇൻറ്റു Z/A, അതായത് എ പറഞ്ഞ പാരൽ പാത്ത് കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ Z/A കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് വരും, EG = P5NZ/60A എന്ന് വരും. അത് എ എന്ന് പറഞ്ഞ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ പോൾസിന് ഈക്വൽ ആവും. പോൾസിന് ഇപ്പോൾ 4 പോളാണെങ്കിൽ 4 പാരൽ പാത്ത് ഉണ്ടാവും, 2 പോളാണെങ്കിൽ 2 പാരൽ പാത്ത് ഉണ്ടാവും. പക്ഷെ വേവ് വൈൻഡിങ്ങിൽ എപ്പോഴും പാരൽ പാത്ത് എപ്പോഴും എന്താവും, 2 ആവും. ഓക്കെ, 2 പാരൽ പാത്തേ ഉണ്ടാവുള്ളൂ കറണ്ടിന് പോകണം. അപ്പോൾ വേവ് വൈൻഡിങ് ഉള്ള DC ജനറേറ്ററിൽ എപ്പോഴും 2 ബ്രഷേ കാണുള്ളൂ. നിങ്ങൾ ലാബിലൊക്കെ പോയി നോക്കിയാൽ കാണും, വേവ് വൈൻഡിങ് ഉള്ള DC ജനറേറ്ററിന് 2 ബ്രഷസേ കാണുള്ളൂ. പക്ഷെ ലാപ്പ് വൈൻഡിങ്ങിലുള്ള DC ജനറേറ്ററിന് DC മെഷീന് എത്ര പോൾസ് ആണുള്ളത്, ഇപ്പോൾ 6 പോൾ ആണെങ്കിൽ 6 ബ്രഷസ് അതിലുണ്ടാവും. അതായത് 6 പാരൽ പാത്ത് നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ 6 ബ്രഷസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DC ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, EG = P5NZ/60A. അപ്പോൾ ഇതാണ് എന്ത്, ഒരു ഫൈനൽ ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. ഓക്കെ, ബൈ.